ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിലാണ് അയൺ ഡോമിനെപ്പറ്റി പുറം ലോകമറിയുന്നത്. ഹമാസ് പോരാളികൾ അയച്ചിരുന്ന മിസൈലുകളും റോക്കറ്റുകളും ആകാശത്ത് തന്നെ വച്ച് നിർവീര്യമാക്കിയിരുന്ന അയൺ ഡോമിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രതിരോധ ശക്തിയിൽ വൻ മുന്നേറ്റമാണ് ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഹമാസിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിൽ ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് പിഴച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളും വിദേശ ചാനലുകളും പുറത്തുവിടുന്നത്. ഇറാൻ്റെ ഡ്രോണുകളിൽ ഭൂരിഭാഗവും തടഞ്ഞു നിർത്തിയ അയൺ ഡോമിനെ പക്ഷേ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നും തന്നെ തടയാൻ കഴിഞ്ഞില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗവും ആശുപത്രിയും ജെറുസലേമിൻ്റെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയത്തിലും ഇറാൻ്റെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കുന്നതിൻ്റെ വീഡിയോകൾ വിദേശ മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായിരുന്നു. ഇതുകൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ പല കെട്ടിടങ്ങളും തകർന്നു കിടക്കുന്നതിൻ്റെ വീഡിയോകളും പ്രചരിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സജ്ജമായ അയൺ ഡോമിനെ പറ്റി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. അയൺ ഡോം പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ ഇസ്രായേലിൽ എന്ന ചെറിയ രാജ്യം വളരെ പെട്ടെന്ന് തന്നെ നശിക്കുമെന്നും ഇനി എത്ര നാൾ അവർക്ക് ഇങ്ങനെ തുടർന്നു പോകാനാകുമെന്നും വളരെയധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി. പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് വലിയ തോതിൽ കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും വെളിപ്പെടുത്തുന്നത്. മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അയൺ ഡോം മാത്രമല്ല, ദീർഘം കൂടിയ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ആരോ 3 എന്ന് പറയുന്ന ഉപകരണം കൂടി അവർക്കുണ്ട്. 90% ഇത് വിജയകരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അയൺ ഡോം ആണെങ്കിലും ആരോ 3 ആണെങ്കിലും 100% വിജയമാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. മിസൈലുകളെ തടയുന്നതിൽ അവർക്ക് ചില സമയങ്ങളിൽ വീഴ്ച പറ്റാം, പക്ഷേ എന്നിരുന്നാലും അവ കൂടുതൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹമാസിനെ പ്രതിരോധിക്കുന്നത് പോലെയല്ല ഇറാനെതിരെയുള്ള പ്രതിരോധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ദിവസത്തിൽ 300-400 മിസൈലുകൾ കൂടെ അതിൻ്റെ കൂടെ ക്ലസ്റ്റർ ബോംബുകളും ബാലിസ്റ്റിക് മിസൈലുകളും അവർ തുടരെ അയക്കുന്നുണ്ടെന്നായിരുന്നു ഇസ്രായേൽ സുരക്ഷാ സേനയുടെ ചെയർമാൻ ബ്രിഗേഡിയർ ജനറൽ അമീർ അവവി പറഞ്ഞത്. വ്യാഴാഴ്ച ഹൈഫയിലെയും ടെൽ അവീവിലെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ്റെ ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. തകർന്ന സൈനിക കേന്ദ്രങ്ങൾക്കിടയിൽ നിന്ന് UP-7 എന്ന മാരകശേഷിയുള്ള സ്ഫോടന വസ്തുക്കളുടെയും ക്ലസ്റ്റർ ബോംബിൻ്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി അവർ അറിയിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഇവ വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരിക്കുന്ന സ്ഥലത്തെ നശിപ്പിക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തു. 100 മിസൈലുകൾ അയക്കുന്നിടത്ത് 1000 മിസൈലുകൾ അയക്കുമെന്നും ഇതിനെ തുടർന്നുള്ള പ്രതികരണത്തിൽ ഇറാൻ്റെ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്തു. അയൺ ഡോമിനെ കൂടാതെ ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ്, താഡ് മക്കാവോ എന്നിവയാണ് ഇസ്രായേൽ സേന പ്രതിരോധത്തിനായി ഉപയോഗിച്ചത്. ഇതിൽ ഹ്രസ്വദൂര മിസൈലുകളെ തടയാൻ അയൺ ഡോം സഹായിക്കുമെങ്കിലും ദീർഘദൂര മിസൈലുകൾക്ക് ആരോ 2ഉം ആരോ 3യുമാണ് സഹായകമാകുന്നത്. ഡേവിഡ് സ്ലിംഗും താഗ് മക്കാറും മറ്റൊരു പ്രതിരോധ സംവിധാനം കൂടിയാണ്. അതും ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം കൂടിയാണ്. എന്നാൽ ഇത്രയേറെ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴും ഇവയെല്ലാം കബളിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ്റെ മിസൈൽ വർഷം ഇസ്രായേലിൽ പതിക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടക്കാൻ കഴിയാത്ത ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത എന്തെന്നാൽ ക്ലസ്റ്റർ ബോംബ് വിക്ഷേപിക്കുമ്പോൾ അത് ഒരെണ്ണമായിരിക്കും. അത് ലക്ഷ്യസ്ഥാനത്തെത്തി വായിൽ വച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ അത് 100 കണക്കിന് ചെറിയ ബോംബുകളായി പലയിടങ്ങളിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പലയിടങ്ങളിൽ ചിതറിത്തെറിച്ച് വീഴുന്ന ഈ ചെറു ബോംബുകളെ കൊണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെയധികം വലുതായിരിക്കും. അതിൻ്റെ തീവ്രത ആർക്കും അളക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. ഇവയിൽ ചിലത് അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കണമെന്നുമില്ല. കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ശേഷമോ ആവാം അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നത്. ഇവ കണ്ടെത്തുന്നതും നിർവീര്യമാക്കുന്നതും ഭാരിച്ച ചിലവേറിയ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇറാൻ വിക്ഷേപിച്ച മിസൈലിൽ നിന്നും ഇസ്രായേലിലെ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.